morning, students. Today we will continue the chapter painting. Now let us learn painting on surfaces. Painting on surfaces. First, painting on newly plastered surfaces. Painting on newly plastered surface. Sequences of painting. Sequences of painting. Sequences of painting in newly plastered surfaces. First one, surface preparation. Surface preparation. Surface preparation. Second one, priming coat. Priming coat. Priming coat. Third one, correction of defects. Correction of defects. Correction of defects. Fourth one, application of finished coats. Application of finish coat. Finish coat. ഓക്കെ, ഈ 4 പ്രോസസ്സിലൂടെയാണ് ഒരു പെയിന്റിങ് കടന്നു പോകുന്നത്. സാധാരണയായിട്ട് വൈറ്റ് സിമെന്റ് അടിക്കും. വൈറ്റ് സിമെന്റ് അടിച്ചിട്ട് അതിന് മുകളിൽ നമ്മൾ പ്രൈമർ അടിക്കും. പ്രൈമർ അടിച്ചിട്ട് ഡിഫക്ട്സ് എല്ലാം റെക്ടിഫൈ ചെയ്യും, പുട്ടിയൊക്കെ ഉപയോഗിച്ചിട്ട്. അതിനുശേഷം നമ്മുടെ ഫിനിഷ് കോട്ടായ ഡിസ്റ്റംബർ, എമൾഷൻ, അങ്ങനെയുള്ള സാധനങ്ങൾ. എമൾഷൻ തന്നെ 2-3 തരത്തിലുണ്ട്. ഇന്റീരിയർ എമൾഷൻ ഉണ്ട്, എക്സ്റ്റീരിയർ എമൾഷൻ ഉണ്ട്. അത് തന്നെ പല ക്വാളിറ്റിയുള്ള എമൾഷനും ഉണ്ട്. ഇതെല്ലാം അപ്ലൈ ചെയ്യുന്ന ലാസ്റ്റ് ഫിനിഷ് കോട്ടായിട്ടാണ് അപ്ലൈ ചെയ്യുക. അപ്പോൾ അതിന്റെ മുമ്പുള്ള മെത്തേഡ്സ് ആണ് നമ്മൾ ഈ പഠിക്കുന്നത്. സീക്വൻസസ് ഓഫ് പെയിന്റിംഗ്. ഫസ്റ്റ് വൺ, സർഫസ് പ്രിപ്പറേഷൻ. Surface preparation. Surface preparation. Before applying the paint, the surface is to be made free from dust. Free from dust, dirt, loose matter, grease, etc. It is rubbed with an emery paper or washed with detergents to provide a mechanical key between സർഫസ് ആൻഡ് പെയിന്റ് ഫോർ സാറ്റിസ്ഫാക്ടറി അഡ്ഹഷൻ. അതായത് പെയിന്റ് അടിക്കുന്നതിന് മുമ്പായി നമ്മുടെ ന്യൂലി പ്ലാസ്റ്റഡ് സർഫസിൽ ഡസ്റ്റ് ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യണം, ഡേർട്ട് ഉണ്ടെങ്കിൽ ക്ലീൻ ചെയ്യണം. അതുപോലെ എന്തെങ്കിലും ലൂസായി കിടക്കുന്ന ലൂസ് മാറ്റേഴ്സ്, പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലീൻ ചെയ്യണം. അതുപോലെ ഗ്രീസ്, അങ്ങനെ എന്തെങ്കിലും വസ്തുക്കൾ ആ ന്യൂലി പ്ലാസ്റ്റഡ് സർഫസിൽ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ക്ലീൻ ചെയ്യണം. അത് എന്ത് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാം? ഒന്നുകിൽ എമരി പേപ്പർ, എമരി ക്ലോത്ത് എന്ന് പറയുന്ന സാധനങ്ങൾ കിട്ടും, അത് ഉപയോഗിച്ചിട്ട് ഉരച്ചിട്ട് ക്ലീൻ ചെയ്യാം. അല്ലെങ്കിൽ ഡിറ്റർജന്റ്, സോപ്പ് വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് കഴുകി വൃത്തിയാക്കാം. സാധാരണയായിട്ട് ന്യൂലി പ്ലാസ്റ്റഡ് സർഫസിൽ ഇത്രയൊന്നും ഉണ്ടാകത്തില്ല. എനിവേ ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലീൻ ചെയ്യണം. ഓക്കെ, അതെന്തിനാണ് ക്ലീൻ ചെയ്യുന്നത്? നമ്മുടെ പെയിന്റും നമ്മുടെ വാളും തമ്മിൽ നന്നായി ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സർഫസ് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ, പ്രൈമിംഗ് കോട്ട്. എന്താണ് പ്രൈമിംഗ് കോട്ട്? പ്രൈമിംഗ് കോട്ട്. The primer is applied with brush or spray on the prepared surface. It should be thinned with water in the recommended manner and proportion before application. അതായത് നമ്മുടെ പ്രൈമർ എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം. പ്രൈമർ നമ്മൾ സാധാരണയായിട്ട് ന്യൂലി പ്ലാസ്റ്റഡ് സർഫസിൽ വൈറ്റ് സിമെന്റ് ഒന്ന് അടിക്കുന്നുണ്ട്. 1-2 കോട്ട വൈറ്റ് സിമെന്റ് അടിക്കുന്നുണ്ട്. വൈറ്റ് സിമെന്റ് അടിക്കാതെയും നമുക്ക് പ്രൈമർ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ കൂടുതൽ പ്രാവശ്യം പ്രൈമർ അടിക്കേണ്ടി വരും, ആ കളർ കൊണ്ട് തെളിഞ്ഞു വരാൻ. വൈറ്റ് സിമെന്റ് അടിക്കൽ നിർബന്ധമൊന്നുമില്ല, പക്ഷേ പ്ലാസ്റ്റഡ് സർഫസിന് ഒന്ന് ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് വൈറ്റ് സിമെന്റ് നമ്മൾ അടിക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം പ്രൈമറിനെ ബ്രഷോ സ്പ്രേ ഉപയോഗിച്ചിട്ട് നമുക്ക് ചുമരിലേക്ക് അടിക്കാം. അടിക്കുന്ന മുമ്പ് എന്ത് ചെയ്യണം? അത് വാട്ടർ ഉപയോഗിച്ച് എത്രയാണോ അത് തിൻ ചെയ്യേണ്ടത് അത് ഒന്നുകിൽ
കമ്പനിക്കാർ പറഞ്ഞിട്ടുണ്ടാവും, നമ്മൾ വാങ്ങുന്ന പ്രൈമറിന്റെ കമ്പനിക്കാർ ഇത്ര വേഴ്ച വെള്ളം അതിൽ ചേർക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. ആ കറക്റ്റ് അളവിൽ നമ്മുടെ വാട്ടർ ചേർത്തിട്ടാണ് നമ്മൾ ബ്രഷ് ഉപയോഗിച്ചോ സ്പ്രേ ഉപയോഗിച്ചോ നമ്മൾ പ്രൈമിംഗ് കോട്ട് നടത്തുന്നത്. നെക്സ്റ്റ് തേർഡ് വൺ, കറക്ഷൻ ഓഫ് ഡിഫെക്ട്സ്. കറക്ഷൻ ഓഫ് ഡിഫെക്ട്സ്. കറക്ഷൻ ഓഫ് ഡിഫെക്ട്സ്. After drying, it is rubbed with an emery paper. നമ്മള് പ്രൈമിംഗ് കോട്ട് അടിച്ചു കഴിഞ്ഞു, ഇനി അത് ഡ്രൈ ആവണം. പ്രൈമിംഗ് കോട്ട് അടിച്ചു കഴിഞ്ഞാൽ ഡ്രൈ ആവണം. ഡ്രൈ കഴിഞ്ഞിട്ട് എമറി പേപ്പർ ഉപയോഗിച്ചിട്ടൊന്ന് റബ്ബ് ചെയ്യാം. ഡെൻസ് ആൻഡ് ക്രാക്സ്, ഫില്ലിംഗ് നെയിൽ ഹോൾസ്, സീലിംഗ് നോട്ട്സ് ആൻഡ് ട്രീറ്റിംഗ് എഫ്ലോറസൻസ് ഇഫ് എനി. അതുപോലെ അതിൽ കുഴികളോ ക്രാക്കുകളോ അതുപോലെ ആണിയുടെ തുളകളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതെല്ലാം ഫില്ല് ചെയ്യണം. പിന്നെ നോട്ട്സ് ഉണ്ടെങ്കിൽ നോട്ട്സ് എല്ലാം തുടച്ച് കളയണം, മാച്ച് കളയണം. അങ്ങനെയുള്ള എല്ലാ എന്തെങ്കിലും അതിന് മുകളിൽ പൊടികളോ ഉപ്പുകളോ ക്രാക്കുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഫസ്റ്റ് റബ്ബ് ചെയ്ത് കളയണം. ഇതുകൊണ്ട് എമറി പേപ്പർ ഉപയോഗിച്ചിട്ട് റബ്ബ് ചെയ്യണം. അങ്ങനെ റബ്ബ് ചെയ്ത് ക്ലീൻ ചെയ്തതിനു ശേഷം എന്ത് ചെയ്യണം, are corrected and then filled with putty using a knife applicator and rubbed down to smooth or rough surface. ഒരു പുട്ടി അപ്ലിക്കേറ്റർ ഉണ്ട്. പുട്ടി അപ്ലിക്കേറ്റർ നമ്മൾ പറയാ പുട്ടിംഗ് ബ്ലേഡ് എന്നാ പറയാ. ആ പുട്ടിംഗ് ബ്ലേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ പുട്ടി നന്നായിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമ്മുടെ എവിടെയൊക്കെയാണോ ഹോളൊക്കെ ഉണ്ടെങ്കിൽ ആ ഹോളൊക്കെ ഉള്ള ഭാഗത്തെല്ലാം ഈ മൊത്തം വാള് മൊത്തം പുട്ടിയിടുന്നവരുണ്ട്, അങ്ങനെ പുട്ടിയിടാം. പിന്നെ ചെറിയ ചെറിയ ഹോളുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ ആ ഡിഫെക്ട്സിലെല്ലാം നമുക്ക് പുട്ടി ഉപയോഗിച്ചിട്ട് അടയ്ക്കാം. പുട്ടി ഉപയോഗിച്ച് അടച്ചു കഴിഞ്ഞിട്ട് നന്നായിട്ട് അത് ഉണങ്ങിക്കഴിഞ്ഞാൽ എമറി പേപ്പർ ഉപയോഗിച്ച് നന്നായിട്ട് റബ്ബ് ചെയ്യണം. റബ്ബ് ചെയ്തിട്ട് മിനുസാക്കുന്നതുണ്ട്, റഫാക്കി റബ്ബ് ചെയ്യുന്നുണ്ട്. രണ്ട് രീതിയിലും ചെയ്യുന്നുണ്ട് പെയിന്റിങ്ങിൽ. റഫ് ആവശ്യമാണെങ്കിൽ റഫാക്കി ഇടുക, മിനുസാണ് ആവശ്യമെങ്കിൽ മിനുസാക്കി ഇടുക. അങ്ങനെ എമറി പേപ്പർ ഉപയോഗിച്ചിട്ട് അതിനെ നല്ല ക്ലിയർ ആയിട്ട് ചെയ്യാം. ഇത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ലാസ്റ്റ് പ്രോസസ് അപ്ലിക്കേഷൻ ഓഫ് ഫിനിഷ് കോട്ട്. അപ്ലിക്കേഷൻ ഓഫ് ഫിനിഷ് കോട്ട്. ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ ഫിനിഷ് കോട്ട് അപ്ലൈ ചെയ്യണം. അപ്ലിക്കേഷൻ ഓഫ് ഫിനിഷ് കോട്ട്സ്. 2 or 3 finish coats are applied. Each coat is allowed to dry before the application of the next coat. 2 or 3 ഫിനിഷ് കോട്ട് നമുക്ക് അടിക്കാം. ഡിസ്റ്റംബർ ആണ് ഡിസ്റ്റംബറോ അല്ലെങ്കിൽ എമൽഷൻ ആണെങ്കിൽ ആക്രിലിക് എമൽഷൻ ആണെങ്കിൽ എമൽഷൻ ഉപയോഗിച്ചിട്ട് 2 or 3 കോട്ട് ഇത് ഫിനിഷ് കോട്ട് അടിക്കാം. പക്ഷെ ഒരു കോട്ട് അടിച്ചു കഴിഞ്ഞ് അത് ഉണങ്ങിയിട്ട് അടുത്ത കോട്ട് അടിക്കാൻ പാടുള്ളൂ. അതിനുള്ള സമയം നമ്മൾ കൊടുക്കണം. ഓക്കെ, ഇത്രയാണ് ന്യൂലി സർഫസ് പെയിന്റിങ്ങിന്റെ സീക്വൻസസ് എന്ന് പറയുന്നത്. ഈ 4 സീക്വൻസിലാണ് ഇത് ചെയ്യുന്നത്. ആദ്യം ഇത് ചെയ്തിട്ട് ഇതിനെ ചെയ്യാൻ പാടില്ല, ഫസ്റ്റ് ആ ഓർഡറിൽ തന്നെ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് പെയിന്റിംഗ് ഓൺ ഓൾഡ് സർഫസസ്. പെയിന്റിംഗ് ഓൺ ഓൾഡ് സർഫസ്. നേരത്തെ ന്യൂലി സർഫസിലാണ് പെയിന്റ് ചെയ്തിരുന്നത് എങ്കിൽ നമ്മള് ഒരു പെയിന്റ് അടിച്ച വീട്ടില് രണ്ടാമത് പെയിന്റ് അടിക്കുന്ന സാഹചര്യം വരുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇഫ് എനി ഓഫ് ദ ഡിഫെക്ട്സ് ഈസ് വെരി മച്ച് പ്രൊനൗൺസ്ഡ്, ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി റിമൂവ്ഡ് ആൻഡ് ദ സർഫസ് ഈസ് പെയിന്റഡ് ആസ് എ ന്യൂ സർഫസ്. നമുക്ക് പ്രകടമായ എന്തെങ്കിലും ഡിഫെക്ട്സ് ചുമരിലൊക്കെ കാണുകയാണെങ്കിൽ, പെയിന്റ് അടിച്ച വീടാണെങ്കിലും അതിൽ പ്രകടമായ എന്തെങ്കിലും ഡിഫെക്ട്സ് കാണുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് റിമൂവ് ചെയ്തിട്ട് ഒരു പുതിയ സർഫസ് ആക്കി മാറ്റിയിട്ട് വേണം നമ്മൾ പെയിന്റ് അടിക്കാൻ. ഇത്രയും പ്രൊസീജിയർ പഴയ പെയിന്റിങ് പഴയ സ്ഥലത്ത് പെയിന്റിങ് അടിക്കുമ്പോൾ അല്ലെങ്കിൽ ഓൾഡ് സർഫസിൽ പെയിന്റ് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഡിഫെക്ട്സ് എന്ന് നോക്കാം നമുക്ക്. എന്തൊക്കെയാണ് ചുമരിൽ ഉണ്ടാവുന്ന ഡിഫെക്ട്സ്. ഡിഫെക്ട്സ് ഓൺ പെയിന്റഡ് സർഫസ്. ആദ്യം പെയിന്റ് ചെയ്ത സർഫസിൽ എന്തെല്ലാം ഡിഫെക്ട്സ് ഉണ്ടാവാം അത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ചോക്കിംഗ്. സെക്കൻഡ് വൺ എഫ്ലോറസൻസ്, ക്രാക്കിംഗ് ആൻഡ് ഫ്ലേക്കിംഗ്. തേർഡ് വൺ ഗ്ലോസി സർഫസ്. ഫോർത്ത് വൺ ഫംഗസ് ഗ്രോത്ത്. ഫിഫ്ത്ത് വൺ blooming.
Then sixth one, sagging. Seventh one, wrinkling. And eighth one, peeling. Ninth one, fading. അങ്ങനെ 9 തരത്തിലുള്ള ഡിഫക്ട്സ് നമ്മുടെ ഓൾഡ് പെയിന്റഡ് സർഫസിൽ കാണാം. ഫസ്റ്റ് ചോക്കിംഗ്. അപ്പൊ ചോക്കിംഗ് ഉള്ളത് ചുമരിൽ എങ്ങനെയാണ് നമ്മൾ പെയിന്റിംഗ് നടത്തേണ്ടത്? ചോക്കിംഗ്. ക്ലീൻ ദ സർഫസ്, റബ് വിത്ത് ആൻ എമറി പേപ്പർ so that the chalk is removed. Apply 1 or 2 finish coat. ആദ്യം ആ സർഫസിനെ ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തിട്ട് എമറി പേപ്പർ വെച്ച് റബ്ബ് ചെയ്യണം. റബ്ബ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യണം? റബ്ബ് ചെയ്ത ചോക്കുകളെല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫിനിഷ് കോട്ടാണ് ഇവിടെ അടിക്കാൻ പോകുന്നത്. അവിടെ പ്രൈമർ ഇല്ല, എന്തില്ല, പുട്ടിയൊന്നുമില്ല. നമ്മൾ നേരെ ഫിനിഷ് കോട്ട് 1-2 ഫിനിഷ് കോട്ട് അപ്ലൈ ചെയ്യാം. Okay. Second one, efflorescence. Efflorescence, cracking, efflorescence, cracking, and flaking. Efflorescence, cracking, and flaking. Scrap off the old paint from affected areas. Touch up with primer and apply 1 or 2 coats of affected areas. The entire surface is applied with 1 or 2 finish coat. ഇവിടെ നമ്മുടെ ചുമരിലുണ്ടാവുന്ന സാൾട്ട് കോട്ടിങ്, അതുപോലെ വിള്ളലുകൾ, അതുപോലെ തന്നെ തരിതരിയായിട്ട് പൊളിഞ്ഞു പോരല്, കട്ടകട്ടായിട്ട് പൊളിഞ്ഞു പോരുന്ന ഈ പ്രവണതകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് അതെല്ലാം കളയണം, സ്ക്രാപ്പ് ഓഫ് ചെയ്യണം. അപ്പോൾ ആ ഏരിയയിലുള്ള പെയിന്റുകളെല്ലാം നമ്മൾ നന്നായിട്ട് ചുരണ്ടി കളയണം. ഓക്കെ. അങ്ങനെ ചുരണ്ടി കളഞ്ഞിട്ട് ഇതിനെന്ത് ചെയ്യണം? നേരെ ഫിനിഷ് കോട്ട് അടിക്കാൻ പറ്റില്ല. ഇവിടെ പുട്ടി അപ്ലൈ ഉണ്ടെങ്കിൽ പുട്ടി അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ഒരു കോട്ട് പ്രൈമർ എന്തായാലും അടിക്കണം. ടച്ചപ്പ് വിത്ത് പ്രൈമർ, അത് 1-2 കോട്ട് പ്രൈമർ അടിക്കുക. അതിനോട് കൂടെ തന്നെ ഈ ഫിനിഷ് കോട്ടിന്റെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഉപയോഗിച്ച് 1-2 കോട്ട് അടിക്കുക. ആ ഏരിയയിൽ മാത്രം, എല്ലായിടത്തും അടിക്കണ്ട. എവിടെയാണ് നമ്മൾ സ്ക്രാപ്പ് ഓഫ് ചെയ്തെങ്കിൽ ആ ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്ക്രാപ്പ് ഓഫ് ചെയ്ത ഏരിയയിൽ 1-2 കോട്ട് എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം. അങ്ങനെ അപ്ലൈ ചെയ്ത് അത് ഉണങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ മൊത്തമായിട്ട് എന്ത് ചെയ്യണം? ഫിനിഷ് കോട്ട് അപ്ലൈ ചെയ്യും. അത് 1-2 ഫിനിഷ് കോട്ട് നമുക്ക് എല്ലാ ഏരിയയിലും ഒരുപോലെ അടിക്കും. ഓക്കെ. തേർഡ് വൺ, ഗ്ലോസി സർഫസ്. ഗ്ലോസി സർഫസ്. ചില പ്രതലങ്ങൾ ഇങ്ങനെ മിനുസായിട്ട് തിളക്കം വരും. അപ്പോൾ എന്തെങ്കിലും ഓയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയി അവിടെ തിളക്കം വന്ന് മിനുസായിട്ട് വരും. ഓക്കെ. റിമൂവ് ആൾ ദ ഗ്ലോസ് by rubbing with emery paper and then apply priming coat, then the finishing coat. അപ്പോൾ നമ്മൾ അവിടെ റബ്ബ് ചെയ്ത് കളയണം. എന്താണെങ്കിലും എണ്ണമയൊക്കെ ഉണ്ടെങ്കിൽ ആ എണ്ണമയെല്ലാം നമ്മൾ ഉരച്ച് കളഞ്ഞിട്ട് അവിടെ ഒരു പ്രൈമിങ് കോട്ടും കൊടുക്കുക, പിന്നെ ഫിനിഷിംഗ് കോട്ടും കൊടുക്കുക. ഇത്രയാണ് ഗ്ലോസി സർഫസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഫംഗസ് ഗ്രോത്ത്. ഫംഗസ് ഗ്രോത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഫംഗസ് ഗ്രോത്ത്, പായലയുടെ പൂപ്പിലയുടെ എന്ന് പറഞ്ഞ കേട്ടില്ലേ? അപ്പൊ ഈ പൂപ്പിലും പായലൊക്കെ ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. റിമൂവ് ദ ഫംഗസ്. അപ്ലൈ ഫംഗിസൽ സൊല്യൂഷൻ ലിബറലി ആൻഡ് ഒബ്സർവ് ദ ഫർദർ ഗ്രോത്ത്. അപ്പൊ നമ്മുടെ ഫംഗസ് വരാതിരിക്കാനുള്ള സൊല്യൂഷൻ നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യണം. എന്നിട്ട് ഫംഗസ് വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ ശ്രദ്ധിക്കുക. If no further growth of fungus is observed, apply priming coats and then finishing coats with the desired paint. അപ്പോൾ നമ്മൾ അവിടെ ഫംഗസ് പോകാനുള്ള കെമിക്കലെല്ലാം അടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പ്രൈമിങ് കോട്ട് അടിക്കും. പ്രൈമിങ് കോട്ട് അടിച്ചിട്ട് ഫിനിഷ് കോട്ട് അടിക്കും. ഇപ്പോൾ ഫംഗസ് ചുരണ്ടി കളഞ്ഞ് ഒരു റബ്ബ് ചെയ്ത് കഴിഞ്ഞിട്ട് തന്നെ ഫംഗസ് വരാതിരിക്കുന്നുള്ള പെയിന്റുകളൊക്കെ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പരസ്യം കണ്ടിട്ടുണ്ടാവും.
അപ്പോൾ ആ പെയിന്റുകൾ ഉപയോഗിച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫംഗസ് വരത്തില്ല. ഓക്കെ, നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ, ബ്ലൂമിങ്. ബ്ലൂമിങ് എന്ന് പറയുന്ന ഒരു ഡള്ളായിട്ട്, അപ്പോൾ പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഡള്ളായി മാറും. ആ ഡള്ളാവുന്ന ഒരു സാഹചര്യമാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒരു കോട്ട് പെയിന്റ് അടിച്ചെടുത്താൽ അത് പോകും. സിക്സ്ത് വൺ, സാഗിങ്. സാഗിങ് Sagging is a downward dropping movement of the paint that occurs immediately after application. നമ്മൾ പെയിന്റ് അടിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് പേർക്ക് പെയിന്റ് ഇങ്ങനെ ഒലിച്ചിറങ്ങും, താഴോട്ട് ഇങ്ങനെ ഒലിച്ചിറങ്ങും. ആ ഒലിച്ചിറങ്ങുന്ന പ്രശ്നം പറയുകയാണ് സാഗിങ് എന്ന് പറയുന്നത്. പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ നല്ല ലൂസൊക്കെ ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ കീഴോട്ട് പെയിന്റ് ഇറങ്ങി വരും. അപ്പോൾ അതാണ് സാഗിങ് എന്ന് പറയുന്നത്. ആ സാഗിങ് വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ എന്ത് ചെയ്യണം, അതേപോലെ റിമൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഫിനിഷ് കോട്ട് അടിക്കണം. ഇനി അടുത്തൊരു ഡിഫക്റ്റ് എന്ന് പറയുന്നത് റിംഗ്ലിംഗ് ആണ്. റിംഗ്ലിംഗ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇറ്റ്സ് എ സീരീസ് ഓഫ് ഫോൾഡ്സ് ഇൻ ദ സർഫസ് ലെയർ ഓഫ് പെയിന്റ്. അങ്ങനെ മടക്കുകൾ വരാം, ചുളിവുകൾ വരാം. അതാണ് റിംഗിൾ എന്ന് പറയുന്നത്. ചുളിവുകൾ വരും. ആ ചുളിവുകൾ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ അതുപോലെ ചുളിവുകളെല്ലാം റബ്ബ് ചെയ്തിട്ട് കളയണം. റബ്ബ് ചെയ്ത് കളഞ്ഞിട്ട് പ്രൈമിംഗ് കോട്ട് അടിക്കേണ്ട ആവശ്യം വരികയാണെങ്കിൽ പ്രൈമിംഗ് കോട്ട് അടിക്കണം, എന്നിട്ട് ഫിനിഷ് കോട്ട് അടിക്കണം. അതാണ് റിംഗ്ലിംഗ്. നെക്സ്റ്റ് 8th വൺ, പീലിംഗ്. പീലിംഗ്. The old paint is peeled off from the surface due to loss of sticking. അതായത് ഇങ്ങനെ തൊലി പൊളിഞ്ഞ് കളയാം. പെയിന്റ് ഇങ്ങനെ അടിച്ച കാര്യം ഇങ്ങനെ പൊളിഞ്ഞ് പോരുന്ന പരിപാടിക്കാണ് പീലിംഗ് എന്ന് പറയുന്നത്. പൊളിഞ്ഞ് പോരുന്നത് ആണ് പീലിംഗ് വരുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, മുഴുവനായിട്ട് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് കുറേ കാലം കഴിയുമ്പോൾ പെയിന്റ് അടിച്ച് ചെയ്ത് പെയിന്റാണ് ഈ എമൽഷൻ പോലത്തെ പെയിന്റൊക്കെ മഴയൊക്കെ കൊണ്ട് കഴിഞ്ഞ് കുറച്ച് കാലം കഴിയുമ്പോൾ അത് പൊളിഞ്ഞ് പോരും. ഇനാമിൽ പെയിന്റും പൊളിഞ്ഞ് പോരും. അപ്പോൾ അങ്ങനെ പൊളിഞ്ഞു പോരുന്ന ആ പ്രവണതയാണ് പീലിംഗ് എന്ന് പറയുന്നത്. അത് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് എന്ത് ചെയ്യണം, രണ്ടാമത് പ്രൈമിംഗ് കോട്ടും ഫിനിഷിംഗ് കോട്ടൊക്കെ അടിക്കണം. ലാസ്റ്റ് വൺ, ഫെയ്ഡിങ്. ഫെയ്ഡിങ് എന്ന് മങ്ങല്. ഇത് ലോസ് ഓഫ് കളർ ഡ്യൂ ടു ദ എഫക്ട് ഓഫ് സൺലൈറ്റ്. വെയിലൊക്കെ കൊണ്ട് കഴിഞ്ഞാൽ പെയിന്റിന്റെ കളർ കുറേ കഴിഞ്ഞാൽ ഇങ്ങനെ മങ്ങി പോകും. നല്ല നീല കളറൊക്കെ അടിച്ചിട്ട് കുറേ കഴിയുമ്പോൾ അത് മങ്ങിയ നീല കളറായിട്ട് മാറും, അല്ലെങ്കിൽ വെള്ളമായിട്ട് തന്നെ കുറേ കഴിയുമ്പോൾ മാറും. അങ്ങനെ മാറുന്നതിനാണ് ഫെയ്ഡിങ് വരുന്നത്. അതിന് നമ്മൾ അടുത്ത കോട്ട് പെയിന്റ് അടിച്ചു കൊടുക്കുക. ഇത്രയാണ് നമ്മുടെ ഡിഫക്ട്സ് ഓഫ് പെയിന്റ്സ്. പെയിന്റിന്റെ സർഫസിന്റെ മുകളിലുണ്ടാകുന്ന ഡിഫക്ട്സുകളാണ് 9 പറഞ്ഞത്. മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം.